പുതിയ ചാപ്റ്ററാണ് വേവ് ഒപ്റ്റിക്സ്. ഈ ചാപ്റ്ററിൽ നമ്മൾ വേവ് നേച്ചർ ഓഫ് ലൈറ്റ് അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ലൈറ്റ് ഒരു വേവാണ്. നമുക്കറിയാം ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഒരു പ്രൊപ്പഗേഷനാണ് ലൈറ്റ്. നമ്മളത് പഠിച്ചതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ലൈറ്റിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് വിചാരിക്കുക. ഈ ആരോ കാണിച്ചിരിക്കണില്ലേ, ഇങ്ങനെയാണ് ഒരു ലൈറ്റ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ പാത്തിലെല്ലാം ടൈം വേരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് നമുക്കറിയാം. അതായത് ഇത് പാത്താണ്, ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന പാത്താണെങ്കിൽ ആ പാത്തിലുള്ള ഓരോ പോയിന്റിലും ഇങ്ങനെ ദർ ഈസ് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വെച്ചിട്ട് എല്ലായിടത്തും. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ലൈറ്റ് ഈസ് ആക്ച്വലി എ പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, രണ്ടും കൂടി ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, നമുക്കിതല്ല ഇവിടെ വേണ്ടത്. ലൈറ്റിൻ്റെ ആദ്യം തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ലൈറ്റ് എങ്ങനെയാണ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. അതെങ്ങനെയാണ് നടക്കുന്നത്? അതിനുവേണ്ടി ഒരു തിയറാണുള്ളത്. പ്രിൻസിപ്പിൾ ഹൈഗൻസ് പ്രിൻസിപ്പിളാണ്. ലൈറ്റിൻ്റെ പ്രൊപ്പഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ. ദിസ് ഈസ് വെരി സിമിലർ ടു ദ വാട്ടർ വേവ്സ്. അതായത് ഇപ്പോൾ നമ്മളുണ്ടല്ലോ, ഒരു കല്ല് വെള്ളത്തിലോട്ട് എറിഞ്ഞെന്ന് വിചാരിക്കുക. ഒരു കല്ല് വെള്ളത്തിൽ വീണെന്ന് വിചാരിക്കുക. വേവ് ഫോം ചെയ്യും. എങ്ങനെയാണ് വേവ് വരുന്നത്? ആദ്യം തന്നെ ഒരു ചെറിയ സർക്കിളായിരിക്കും, പിന്നെ കുറേയും കൂടി വലിയ സർക്കിള്, പിന്നെ കുറേയും കൂടി വലിയ സർക്കിള്. ഇവിടെ കല്ല് വീണ് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ വേവ് ഫോം ചെയ്യും. അതിങ്ങനെ എല്ലാ ഡയറക്ഷനിലും യൂണിഫോമിലി സ്പ്രെഡ് ആവും. ഏകദേശം ഇതേപോലത്തെ മോഷൻ തന്നെയാണ് ലൈറ്റിന്. ഇവിടെ ലൈറ്റിൻ്റെ ഒരു സോഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓണാക്കി കഴിഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലും ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ ഇതുപോലെ ഒരു വേവ് ഫ്രണ്ട്സ് ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ വരുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കണേ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കല്ലെറിഞ്ഞ കാര്യം തന്നെ കരുതിയാൽ മതി. നമ്മളൊരു കല്ല് എറിഞ്ഞു, വെള്ളത്തിലോട്ട് ഒരു കല്ലിട്ടു. നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇങ്ങനൊരു സർക്കുലർ വേവ് ഫ്രണ്ട് വന്നു. ഓക്കെ, ഇങ്ങനെ ഒരു സർക്കുലർ വേവ് വന്നു. അടുത്ത സർക്കിള് എങ്ങനെ വരുന്നത്? അടുത്ത സർക്കിൾ ഇങ്ങനെ അല്ലേ. അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കല്ല് ഇട്ടു, വെള്ളത്തിലിട്ടു, ഇങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിലൊരു വേവ് കിട്ടി, സംഭവിച്ചു. അടുത്തത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കുലർ വേവിലുള്ള ഓരോ പോയിന്റും ദ റെസ്പോൺസിബിൾ ഫോർ ദ നെക്സ്റ്റ് വേവ് ഫ്രണ്ട്. അടുത്ത വേവ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇവരെല്ലാവരും റെസ്പോൺസിബിൾ ആണ്. ഈ ഫസ്റ്റ് വരുന്ന ഈ വേവ് ഫ്രണ്ടിനകത്തുള്ള ഓരോ പോയിന്റും സോഴ്സ് പോലെ വർക്ക് ചെയ്യാണ്. മനസ്സിലായാലോ? ഓരോന്നും നല്ല എനർജിയുള്ള പോയിന്റുകളാണ് അല്ലേ. അപ്പോൾ ഓരോ പോയിന്റും ഓരോ സോഴ്സ് പോലെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു സോഴ്സാണ്. മനസ്സിലായാലോ? സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു കല്ല് വീണാൽ ഉണ്ടാവുന്ന ഇത് തന്നെ. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു സോഴ്സാണ്. സോഴ്സ് ആയതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ ആ സോഴ്സ് ഇങ്ങനൊരു സർക്കുലർ വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ഇവിടെ ഒരു സോഴ്സ് ഇരിക്കുക. അപ്പോൾ അത് ഒരു ചെറിയൊരു സർക്കുലർ വേവ് ഫ്രണ്ട് ഫോം ചെയ്യും. വെരി സ്മോൾ ടൈം ഇൻ്റർവെൽ. ഓക്കെ, അതേ ടൈം ഇൻ്റർവെല്ലിൽ തന്നെ അത്രയും സൈസുള്ള സർക്കിള് ഈ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ തുടക്കത്തിലുണ്ടായിരുന്ന വേവ് ഫ്രണ്ടിലുള്ള ഓരോ പോയിന്റുകളും ഒരേ ഫേസിലാണ്, ഒരേ എനർജിയിലാണ്. അവരെല്ലാവരും ഓരോ സോഴ്സ് പോലെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ടൈം ഇൻ്റർവെൽ കൊണ്ട് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ചെറിയ സർക്കുലർ വേവ് ഫ്രണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും ഓരോ ചെറിയ സർക്കുലർ വേവ് ഫ്രണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു ടൈം ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സർക്കുലർ വേവ് ഫ്രണ്ട് ചെറിയൊരു ടൈം ഇൻ്റർവെൽ, സെട്ടോ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൈം ഇൻ്റർവെൽ, എ ഫ്യൂ മില്ലി സെക്കൻഡ്സ് അല്ലെങ്കിൽ എ ഫ്യൂ മൈക്രോ സെക്കൻഡ്സ്. ഓരോ പോയിന്റ് സോഴ്സാണ്. അവരെല്ലാവരും ഇതേപോലത്തെ സർക്കുലർ വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഇതിനെ എക്സ്റ്റേണലി ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കുക. എക്സ്റ്റേണലി ടച്ച് ചെയ്യുന്ന രീതിയിൽ സർക്കിൾ വരയ്ക്കുക.
ഇതാണ് നെക്സ്റ്റ് വേവ് ഫ്രണ്ട് കിട്ടുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് വേവ് ഫ്രണ്ട് എങ്ങനെയാണ് വന്നത്? ഫസ്റ്റ് വേവ് ഫ്രണ്ട് വന്നത് ഇതാണ്. ഈ കാണുന്നതാണ് ഫസ്റ്റ് വേവ് ഫ്രണ്ട്. ഈ കാണുന്നത് ചെറിയ ടോ എന്ന് പറഞ്ഞൊരു ടൈം ഇൻ്റർവെലും ഉണ്ട്. ഇത് വേറൊരു വേവ് ഫ്രണ്ട് ഉണ്ടാക്കി. അതാണ് ഞാൻ ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആ പ്രിൻസിപ്പിളാണ് ഞാനിവിടെ പറഞ്ഞത്. ആദ്യം തന്നെ ഒരു വേവ് ഫ്രണ്ട് ഫോം ചെയ്തു. ആ വേവ് ഫ്രണ്ടിലുള്ള ഓരോ പോയിൻറ്റും ഓരോ എനർജി സോഴ്സുകളാണ്. ഓരോന്നും ഓരോ എനർജി സോഴ്സുകളാണ്. അപ്പോൾ അവരുടേതായ ചെറിയ ചെറിയ വേവ് ഫ്രണ്ട്, സർക്കുലർ വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ ഓരോ പോയിൻറ്റും ഒരേ സൈസുള്ള സർക്കുലർ ഷേപ്പിലുള്ള വേവ് ഫ്രണ്ട് ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ അതിനെല്ലാത്തിനെയും കൂടിയും എക്സ്റ്റേണലായിട്ട് വരുന്ന ഒരു കോമൺ ടാൻജൻറ്റ്, ഐ മീൻ സർക്കിൾ, ഈ എല്ലാത്തിനെയും കൂടി ഒരേ സമയം ടച്ച് ചെയ്യുന്ന രീതിയിലൊരു സർക്കിൾ വരയ്ക്കുക. അതാണ് അടുത്ത വേവ് ഫ്രണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇത് റിപ്പീറ്റ് ചെയ്യും. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ഓരോ പോയിൻറ്റും ഓരോ സോഴ്സുകളാണ്. അവരുടേതായ ചെറിയ ചെറിയ സർക്കിളുകൾ അവരും ഉണ്ടാക്കും. മനസ്സിലായാലോ? എന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്ത പോലെ ഒരു എക്സ്റ്റേണൽ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ അടുത്ത വേവ് ഫ്രണ്ട് കിട്ടും. ഇങ്ങനെ അടുത്തത് ഇങ്ങനെ ഓരോരോ വേവ് ഫ്രണ്ടുകൾ കിട്ടും. ഇതാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് വളരെ സിമ്പിളാക്കി പറഞ്ഞതാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒന്നുകൂടിയും കേൾക്കാം. അപ്പോൾ ഞാൻ ഈ ഡയഗ്രാം കാണിച്ചു തരാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ലാസ്റ്റ് വായിക്കാം. ഞാൻ ഈ പറഞ്ഞ ഡയഗ്രാം കാണിക്കാം. അപ്പോൾ ലൈറ്റും നമ്മൾ വാട്ടർ വേവ് പോലെ തന്നെയാണ് ഏകദേശം. ഇത് ലൈറ്റിൻ്റെ ഒരു സോഴ്സാണെന്ന് വിചാരിക്കാം. ഇത് ഓണാക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ഈക്വലി നമ്മളെ ലൈറ്റ് ഇങ്ങനെ സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സപ്പോസ് ഇങ്ങനൊരു വേവ് ഫ്രണ്ട് ഫോം ചെയ്തു. ഓക്കെ ആണല്ലോ? ഇതിലുള്ള ഓരോ പോയിൻറ്റിനും ഒരേ ഫേസാണ്. ഒരേ ഫേസ് എന്ന് പറഞ്ഞാൽ ദെയർ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് സെയിം, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് സെയിം എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലൈറ്റിൻ്റെ ഒരു സോഴ്സ് ഉണ്ട്. ഇനീഷ്യലി ഇങ്ങനൊരു വേവ് ഫ്രണ്ട് അത് ഫോം ചെയ്തു. എന്നിട്ട് ഈ വേവ് ഫ്രണ്ടിനകത്തുള്ള ഓരോ പോയിൻറ്റും ലൈറ്റിൻ്റെ ഓരോ സോഴ്സുകളായിട്ട് വർക്ക് ചെയ്യാണ്. ഈ വേവ് ഫ്രണ്ടിലുള്ള ഓരോ പോയിൻറ്റും ലൈറ്റിൻ്റെ ഓരോ സോഴ്സുകളായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഓരോ സോഴ്സിനും ഇപ്പോൾ ചെറിയൊരു ടൈം ഇൻ്റർവെൽ കൊണ്ട് ഓരോ പോയിൻറ്റും അവരുടേതായ വേവ് ഫ്രണ്ടുകൾ ഉണ്ടാക്കും. കണ്ടില്ലേ? ഇതൊരു സോഴ്സ് ആണെങ്കിൽ ചെറിയൊരു ടൈം ഇൻ്റർവെൽ കൊണ്ട് അതിന് ചുറ്റും ഒരു വേവിൻ്റെ ഒരു റൗണ്ട് ഉണ്ടാക്കും അല്ലേ? അതുപോലെ ഇവിടെ ഓരോ പോയിൻറ്റും അതിന് ചുറ്റും ഇതേപോലെ ചെറിയൊരു സർക്കുലർ വേവ് ഫ്രണ്ട് ഉണ്ടാക്കും. വളരെ ഒരു ചെറിയൊരു ടൈം ഇൻ്റർവെൽ, ടോ എന്ന് പറഞ്ഞൊരു ടൈം ഇൻ്റർവെൽ, എ ഫ്യൂ മില്ലി സെക്കൻഡ് ഓർ ഈവൺ മൈക്രോ സെക്കൻഡ് അങ്ങനെ കരുതിയാൽ മതി ആ റേഞ്ചിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് നമ്മൾ ഇതിന് പുറത്തു കൂടി ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കും. കണ്ടില്ലേ? എക്സ്റ്റേണലി ഈ ചെറിയ ചെറിയ സർക്കിളിനെ ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു എക്സ്റ്റേണൽ സർക്കിൾ വരയ്ക്കുക. ഇൻറ്റേർണൽ വരയ്ക്കാൻ പാടില്ല. ഇതിനെ പുറത്തു കൂടി ഔട്ട് സൈഡ് ടച്ച് ചെയ്യുന്ന രീതിയിലൊരു സർക്കിൾ വരയ്ക്കുക. അതാണ് സെക്കൻഡറി വേവ് ഫ്രണ്ട്. പ്രൈമറി വേവ് ഫ്രണ്ട് ആദ്യം വരുന്ന ഈ വലിയ സർക്കിളിലെ, സെക്കൻഡറി വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത് വരുന്നത്. ഇത് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഇതിനകത്തുള്ള ഓരോ പോയിൻറ്റും ലൈറ്റിൻ്റെ ഓരോ സോഴ്സാണ്. അപ്പോൾ ചെറിയ ചെറിയ സർക്കിളുകൾ ഉണ്ടാക്കും. എക്സ്റ്റേണൽ കോമൺ ടാൻജൻറ്റ് വരയ്ക്കുന്നു. ഇങ്ങനെയാണിത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് കുറച്ചുകൂടി എൻലാർജ് ചെയ്ത് കാണിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് കാണുന്നത് ഇത് നമ്മൾ പ്രൈമറി വേവ് ഫ്രണ്ട്, തുടക്കത്തിലുണ്ടായിരുന്ന വേവ് ഫ്രണ്ടാണ്. അതിൽ ഓരോ പോയിൻറ്റും ഓരോ എനർജി സോഴ്സ് പോലെ വർക്ക് ചെയ്യുന്നു. ചെറിയൊരു ടൈം ഇൻ്റർവെൽ, ടോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടൈം ഇൻ്റർവെൽ, ഓരോ എനർജി സോഴ്സും ചെറിയൊരു സർക്കിൾ ഫോം ചെയ്യും. അതിനെല്ലാത്തിനെയും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു എക്സ്റ്റേണൽ ടാൻജൻറ്റ് വരയ്ക്കുക. ആ എക്സ്റ്റേണൽ ടാൻജൻ്റ് ആണ് സെക്കൻഡറി വേവ് ഫ്രണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഈച്ച് പോയിൻറ്റ് ഓഫ് ദ വേവ് ഫ്രണ്ട് ഈസ് ദ സോഴ്സ് ഓഫ് ദ സെക്കൻഡറി ഡിസ്റ്റർബൻസ്. ഈച്ച് പോയിൻ്റ് ഓൺ ദ വേവ് ഫ്രണ്ട്, അതാണ് ഞാൻ ഈ പറഞ്ഞ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന പോയിന്റുകളില്ലേ, അതാണ് പറയുന്നത്. ഈച്ച് പോയിന്റ് ഓഫ് ദ വേവ് ഫ്രണ്ട് ഈസ് ദ സോഴ്സ് ഫോർ സെക്കൻഡറി ഡിസ്റ്റർബൻസ് ആൻഡ് ദ വേവ്ലെറ്റ്സ് ഇമാനേറ്റിംഗ് ഫ്രം ദീസ് പോയിന്റ്സ് spread out in all directions with the speed of the wave.
അപ്പോൾ ഓരോ പോയിൻറ്റും അവരുടേതായ സർക്കുലർ ഷേപ്പിലുള്ള വേവ് ഫ്രണ്ട് ഉണ്ടാക്കും. അത് സ്പീഡ് ഓഫ് വേവിലാണ് ഇത് ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. എല്ലാ ഡയറക്ഷനിലും ഓരോ പോയിൻറ്റുകളും എല്ലാ ഡയറക്ഷനിലും സർക്കുലർ ഷേപ്പിലുള്ള വേവ് ഫ്രണ്ട് ഉണ്ടാക്കും. ഓക്കെ, ദീസ് വേവ്ലെറ്റ്സ്, ഈ ചെറിയ സർക്കിളിനെ നമുക്ക് വേവ്ലെറ്റ്സ് എന്ന് വിളിക്കാം. ഈ ചെറിയ ചെറിയ സർക്കിളുകളില്ലേ, നമുക്കതിനെ വേവ്ലെറ്റ്സ് എന്ന് വിളിക്കാം. ദീസ് വേവ്ലെറ്റ്സ് ഇമാനേറ്റിംഗ് ഫ്രം ദ വേവ് ഫ്രണ്ട് ആർ യൂഷ്വലി റിഫേർഡ് ടു ദ സെക്കൻഡറി വേവ്ലെറ്റ്സ്. ഓക്കെ, ആൻഡ് ഇഫ് വി ഡ്രോ, അത് എഴുതേണ്ട ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല. ഇഫ് വി ഡ്രോ എ കോമൺ ടാൻജൻറ്റ് ടു ഓൾ ദി സ്പിയേഴ്സ്, ഈ കാണിച്ചിരിക്കുന്ന സ്പിയറാണ് ഇതെല്ലാം അല്ലേ, ഇതിനെല്ലാത്തിനും കൂടി കോമൺ ടാൻജൻറ്റ് വരയ്ക്കുക. പുറത്തുകൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു കോമൺ ടാൻജൻറ്റ് വരയ്ക്കുക. വി ഒബ്റ്റെയിൻ ദ ന്യൂ പൊസിഷൻ ഓഫ് ദ വേവ് ഫ്രണ്ട് അറ്റ് എ ലേറ്റർ ടൈം. ഇതൊരു ഇനീഷ്യൽ വേവ് ഫ്രണ്ട്, ഇത് നെക്സ്റ്റ് വേവ് ഫ്രണ്ട്, അത് കഴിഞ്ഞ് അതിൻ്റെ ചുറ്റും വേറൊരു വേവ് ഫ്രണ്ട്, അങ്ങനെ വരും. ഓക്കെ.